Done. 구완지 서비스 그래서 지인 것들을 이렇게 따라하고 ഏതൊരു മലയാളിയുടെയും ഏതൊരു മനുഷ്യസ്നേഹിയുടെയും കണ്ണൊന്ന് നിറയ്ക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അല്ലേ? ഒരു കാലത്ത് കുട്ടിയായിരുന്നു, സഹോദരിയായിരുന്നു, കുടുംബിനിയായി, അമ്മയായി, കുടുംബത്തിൻ്റെ നെടുംതൂണായി. ഒരു യുഗം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയത് അത്രയും ഒരു നിമിഷാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയുണ്ടല്ലോ. അത് സ്വന്തം ജീവിതത്തിലേക്കും സ്വന്തം വീട്ടിലേക്കും എത്തുന്നിടം വരെ ഉണ്ടല്ലോ, നമുക്ക് വെറും രാഷ്ട്രീയം മാത്രമായിരിക്കും ഇത്, രാഷ്ട്രീയം മാത്രം. അതുവരെ നമ്മൾ രാഷ്ട്രീയപരമായി മാത്രം കാണുന്ന ചില സംഭവങ്ങളാണിത്. അങ്ങനെ ഇരുണ്ട കാലത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നുവെങ്കിൽ നമുക്ക് കോൺഗ്രസിനെ അംഗീകരിക്കാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ടും തറക്കല്ലിടാനുള്ള ശുഭമുഹൂർത്തം അന്വേഷിച്ച് നടക്കുന്ന ഒരു കോൺഗ്രസിനെയാണോ നിങ്ങൾ, ഇരുണ്ട യുഗത്തിലേക്കാണോ നിങ്ങൾ പാത വയ്ക്കേണ്ടതെന്ന് ഓരോ മലയാളികളും ചിന്തിക്കേണ്ടതാണ്. പുതുയുഗ യാത്ര നടത്തി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടക്കുന്നുണ്ടല്ലോ. ഇദ്ദേഹത്തോട് മാധ്യമങ്ങൾ, ജനങ്ങൾ ചോദിക്കേണ്ടതാണ്, നിങ്ങൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എന്ത് സംഭാവനയാണ് നൽകിയത്? ഇത്ര വലിയ കൊടിയ ദുരന്തമുണ്ടായിട്ടും നിങ്ങൾക്ക് എങ്ങനെ മാറി നിൽക്കാനുള്ള സാഹചര്യം, മനസ്സ് നിങ്ങൾക്കുണ്ടായി എന്ന് നിങ്ങൾ ചോദിക്കേണ്ടതാണ്. ആ ഒരു ധൈര്യം ഉണ്ടാകുന്നിടത്താണ് കോൺഗ്രസിൻ്റെ പതനം. ഈ കെട്ടകാലത്തും ഈ കൊടിയ ദുരന്തകാലത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവനകളൊന്നും നൽകരുതെന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്ത് നടന്ന പാർട്ടിയാണ് കേട്ടോ കോൺഗ്രസ്. ഇവരെയൊക്കെ നമ്മൾ വിശ്വസിക്കണമോ വേണ്ടയോ? രാഹുൽ ഗാന്ധി 100 വീട് പ്രഖ്യാപിച്ചു, കോൺഗ്രസ് 100 വീട് പ്രഖ്യാപിച്ചു, യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചു. ടോട്ടൽ 230 വീട്. എവിടെ? ഒരു വീടിൻ്റെ പോലും തറക്കല്ലിടാൻ പോലും ഇവർക്ക് സാധിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇവർ കേരളത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ പുതുയുഗ യാത്രയുമായിട്ട് പോകുന്ന ആ പ്രഹസനമുണ്ടല്ലോ, അത് കാണുമ്പോഴാണ് നമുക്ക്